നൂറാടിത്തോട്ടിലെ ചണ്ടിക്കോരൽ പദ്ധതിയിൽ നിന്ന് പരൂർ ഉപ്പുങ്ങൽ പടവുകളെ ഒഴിവാക്കിയെന്ന് പരാതി. 10 ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ വെട്ടിക്കടവിൽ നിന്ന് തുടങ്ങിയ ചണ്ടിയെടുക്കൽ ചമ്മന്നൂർ ചുള്ളിക്കാരൻ കുന്നിൽ നിർത്തിയെന്നാണ് ആക്ഷേപം. ഉപ്പുങ്ങൽ വരെ 2 കിലോമീറ്റർ ദൂരമെങ്കിലും ഇനിയും ചണ്ടി എടുക്കേണ്ടതുണ്ട്. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ചണ്ടി കോരൽ ആരംഭിച്ചത്. യന്ത്രം ഉപയോഗിച്ച് കോരിയ ചണ്ടി തോടിന്റെ വശങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പാണ് പ്രവൃത്തി നടത്തിയത്. തോട്ടിൽ ചണ്ടി അടിഞ്ഞതിനാൽ നീരൊഴുക്ക് സാരമായി തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ചണ്ടി കെട്ടിനിൽക്കുന്നത് മൂലം വെള്ളത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്തതും പ്രശ്നമാണ്. ഇത് നെല്ലിലെ വൈറസ് ബാധയ്ക്ക് വരെ കാരണമാകുമെന്നും കർഷകർ പറയുന്നു. നൂറടി തോട്ടിലെ ചണ്ടി പൂർണ്ണമായി എടുക്കണമെന്നത് കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇടക്കാലത്ത് പടവ കമ്മിറ്റികൾ സ്വന്തം ചെലവിൽ ചണ്ടി കോരിയിരുന്നു. എന്നാൽ അടുത്ത വർഷം വീണ്ടും ചണ്ടി അടിഞ്ഞു. നൂറടി തോടിന്റെ മുഴുവൻ പ്രദേശത്തു നിന്നും ഒരുപോലെ ചണ്ടിയെടുത്താലേ വീണ്ടും ചണ്ടി അടിയുന്നതിന് പരിഹാരമുണ്ടാകൂ. ഇതിന് വലിയ തുക ആവശ്യമായതിനാൽ കമ്മിറ്റികൾക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പ്രയാസമാണ്. വെട്ടിക്കടവ് മുതൽ കരിച്ചാൽക്കടവ് വരെ ചണ്ടിയെടുക്കാനാണ് പണം വകയിരുത്തിയതെന്നും തുക ബാക്കി വന്നപ്പോൾ ചുള്ളിക്കാരൻ കുന്നുവരെ ചണ്ടി കോരിയെന്നും ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ബാക്കി പ്രദേശത്തെ ചണ്ടി നീക്കാൻ പദ്ധതി തയ്യാറാക്കും. TCV പുന്നയൂർക്കുളം.